ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്, അതായത് മലയാളം എക്സ്പ്ലനേഷനും, അതായത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസർ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഏത് വരെയായിരുന്നു കൂട്ടുകാരെ പറഞ്ഞു നിർത്തിയത്? യെസ്, അഗ്രികൾച്ചർ സക്സസ് സ്റ്റോറി, കൃഷി ഒരു വിജയഗാഥ എന്നുള്ളതാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? യെസ്, മാക്സിമൈസിങ് ആൻഡ് യൂട്ടിലൈസേഷൻ, സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തൽ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. Our young farmer presents a model as guiding example for those who regret the lack of space for farming. അതായത് കൃഷി ചെയ്യാൻ എന്താണ്, സ്ഥല സൗകര്യം ഇല്ല എന്ന് പരിതപിക്കുന്നവർക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് നമ്മുടെ കുട്ടി കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക. എന്താണ് നമുക്ക് നോക്കാം. Provide insight into how he has effectively utilized his 15 cent plot of land to the fullest. എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, അതായത് തൻ്റെ 15 സെൻറ്റ് പുരയിടം പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്നുള്ള ചില സൂചനകളാണ് ചിത്രം 7.2 കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഡിസ്കസ് ദ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ഈച്ച് മെത്തേഡ് ഷോ. അത് ഓരോന്നിൻ്റെയും സാധ്യതകളും പരിമിതികളും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ ഫസ്റ്റ് സാക്ക് ഫാമിംഗ് ആണ്, ദെൻ അക്വാപോണിക്സ് ഉണ്ട്, ദെൻ പെറ്റ് ബോട്ടിൽ ഫാമിങ്സ് ഉണ്ട്, വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ട്, ദെൻ പോസ്റ്റ് കൾട്ടിവേഷൻ, ടെറസ് ഫാമിംഗ് അതായത് ചാക്കിലെ കൃഷി, അക്വാപോണിക്സ്, പെറ്റ് ബോട്ടിലെ കൃഷി, വെർട്ടിക്കൽ ഫാമിംഗ്, ചെടിച്ചട്ടിയിലെ കൃഷി, ടെറസിലെ കൃഷി എന്നിങ്ങനെ നൽകിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഓരോന്നിൻ്റെയും ഇവിടെ ഒരുപാട് നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട്, ഒരുപാട് എണ്ണം നൽകിയിട്ടുണ്ട് ലിമിറ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലിമിറ്റേഷനും പോസിബിലിറ്റീസ് നമ്മൾ എഴുതണം. ഫസ്റ്റ് ഏതാണ്? ചാക്കിലെ കൃഷിയാണല്ലേ, സാക്ക് ഫാമിംഗ് ആണ്. അപ്പോൾ ഈ സാക്ക് ഫാമിൻ്റെ പോസിബിലിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ പോസിബിലിറ്റീസും ലിമിറ്റേഷനും എന്തൊക്കെയാണ്? നമുക്കറിയാം ചാക്ക് കൃഷി എങ്ങനെയാണ്. ചാക്ക് കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാക്കിലെ കൃഷി ചാക്കിലെയും ചെടിച്ചട്ടിയിലെയും അത് ബോട്ടിലെയും ചെടിച്ചട്ടിലെയും ഗ്രോ ബാഗിലെയും കൃഷിക്ക് എന്ത് വേണം കൂട്ടുകാരെ? മണ്ണ് ആവശ്യമാണല്ലേ. മണ്ണ് ആവശ്യമല്ലേ. അതായത് ചാക്കിലെയും പെറ്റ് ബോട്ടിലെയും അതുപോലെ ചെടിച്ചട്ടി ഗ്രോ ബാഗിലെയും ടെറസിലെ കൃഷിക്ക് എന്താവശ്യമാണ്? എന്താണ് ആവശ്യമാണ്? മണ്ണ് ആവശ്യമാണ്. അതായത് സാക്ക് ഫാമിംഗ്, പെറ്റ് ബോട്ടിൽ ഫാമിംഗ്, പോട്ട് ഓർ ഗ്രോ ബാഗ് കൾട്ടിവേഷൻ, ടെറസ് ഫാമിംഗ്, അക്വാപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് എന്നിവയാണ് ഉള്ളതല്ലേ. അപ്പോൾ ഇത്രയും ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പോസിബിലിറ്റീസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. സോയിൽ ഈസ് റിക്വയർഡ് ഫോർ കൾട്ടിവേഷൻ ഇൻ സാക്സ് ആൻഡ് പെറ്റ് ബോട്ടിൽസ്, ഗ്രോ ബാഗ്സ് ആൻഡ് ടെറസസ്. The next, the pot bottle, sack, etc. can be moved around depending on sunlight, rain to no soil required for aquaponics. Then you can also farm by hanging. Pet bottle terrace farming is not affected by soil erosion and gets plenty of sunlight. However, if you are not careful, the concrete can be damaged. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അതായത് ഈ കൃഷി കൊണ്ടുള്ള പരിമിതികളും അതുപോലെ തന്നെ ഇതിൻ്റെ സാധ്യതകളും എന്തൊക്കെയാണ്? യെസ്, ചാക്കിലെയും പെറ്റ് ബോട്ടിലെയും ചെടിച്ചട്ടി ഗ്രോ ബാഗിലെയും ടെറസിലെയും കൃഷിക്ക് മണ്ണ് ആവശ്യമാണ്. ദെൻ ചട്ടി, ബോട്ടിൽ, ചാക്ക് മുതലായവ സൂര്യപ്രകാശം, മഴ എന്നിവയ്ക്കനുസരിച്ച് സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വയ്ക്കാൻ കഴിയുമല്ലേ. ദെൻ അക്വാപോണിക്സിന് എന്താണ്? മണ്ണ് ആവശ്യമില്ല. പെറ്റ് ബോട്ടിലുകൾ തൂക്കിയിട്ടും കൃഷി നടത്താം. ടെറസിലെ കൃഷിയെ എന്ത് ബാധിക്കില്ല? മണ്ണൊലിവ് ബാധിക്കില്ലല്ലേ. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോൺക്രീറ്റിന് കേടുവരും അല്ലേ. അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തെന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണ്? കോൺക്രീറ്റിന് കേടുവരും. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ്? സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണ് എന്തെന്ന് പറയുന്നത്? യെസ്, വെർട്ടിക്കൽ ഫാമിംഗ്. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ കൂട്ടുകാർ വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് എ ഇന്നോവേറ്റീവ് മെത്തേഡ് ടു ഓവർകം സ്പേസ് കൺസ്ട്രെയിൻസ്. വാട്ട് ആർ പോസിബിലിറ്റീസ്? അതായത് സ്ഥലപരിമിതി മറികടക്കാനുള്ള നൂതന മാർഗമാണ് ഏതെന്ന് പറഞ്ഞിട്ടുള്ളത്? യെസ്, വെർട്ടിക്കൽ ഫാമിംഗ്. അതിൻ്റെ സാധ്യതകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വെർട്ടിക്കൽ ഫാമിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്? യെസ്, പോസിബിലിറ്റീസ് ഓഫ് വെർട്ടിക്കൽ ഫാമിംഗ് എന്തൊക്കെയാണ് കൂട്ടുകാരെ? യെസ്, വെരി ലിറ്റിൽ സ്പേസ് ഇനഫ്. ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഈവൻ ഇൻ അർബൻ ഏരിയാസ് വിത്ത് ലിമിറ്റഡ് സ്പേസ്. ദെൻ ഇറ്റ്
utilizes the possibilities of hydroponics and aeroponics. Then artificial light can be incorporated. It even slanted light can be utilized. Then it can also incorporate protective structures to shield crops from rain and sunlight. Then farming can be carried out independent of climatic condition. Then with irrigation or drip irrigation method can be adopted. Then although the initial cost will be high, the cost will not be significant later on. അപ്പോൾ എന്തൊക്കെയാണ് വെർട്ടിക്കൽ ഫാമിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്? യെസ്, നമുക്ക് ഫസ്റ്റ് വൺ ആയിട്ട് എന്ത് എഴുതാം? യെസ്, വളരെ കുറച്ച് സ്ഥലം മതിയാകും. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിലും പ്രാവർത്തികമാക്കാം. നെക്സ്റ്റ് എഴുതാം, ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത പ്രയോജനപ്പെടുത്താം. ഇതിന് കൃത്യമായ വെളിച്ചമൊരുക്കിയും കൃഷി നടത്താം. ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശം പോലും പ്രയോജനപ്പെടുത്താം. മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ പോലുള്ളവ ഒരുക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി ചെയ്യാൻ പറ്റും അല്ലേ? തിരിനന, തുള്ളിനന പോലുള്ളവ ഇതിൽ സ്വീകരിക്കാം. ഇതിൽ പ്രാരംഭ ചെലവ് കൂടുമെങ്കിലും പിന്നീട് ചെലവ് ഗണ്യമായിട്ട് വരികയില്ല. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളും ഇതുപോലെ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സാധ്യതകൾ, പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതുക. അതിൻ്റെ ഇൻഡിക്കേറ്റർ സൂചകങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ. സ്ഥലപരിമിതി മറികടക്കാൻ എങ്ങനെ സഹായിക്കുന്നു, പ്രകാശ ലഭ്യത ഉറപ്പുവരുത്തുന്നത് എങ്ങനെ, ജലവിനിയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെ, നിർമ്മാണ ചെലവ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുള്ളത്? ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ഓവർകം സ്പേസ് കൺസ്ട്രെയിൻറ്റ്, ഹൗ ഡസ് ഇറ്റ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് ലൈറ്റ്, ദെൻ ഹൗ ഡസ് ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് വാട്ടർ, ദെൻ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇത്രയും ഹിൻസ്, അതായത് സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂചകങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? പോസിബിലിറ്റീസ് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, വെർട്ടിക്കൽ ഫാമിംഗ് അല്ലെ. വെർട്ടിക്കൽ ഫാമിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ഫാമിംഗ് ഈസ് എ ഇന്നോവേറ്റീവ് അഗ്രികൾച്ചർ മെത്തേഡ് where crops are grown in vertically stacked layers. A key features of vertical farming is that it utilizes the possibility of hydroponics and aeroponics. It can be implemented even in urban areas with limited space by incorporating artificial lighting and protective structure to shield crops from rain and sunlight. Farming can be carried out independent of climatic condition, making it is a significant advantage of this method. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ ഫാമിങ്? ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിള്ളൽ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണിത് അല്ലേ. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് അത് കൂടി ഇത് പ്രയോജനപ്പെടുത്താമെന്നതാണ് വെർട്ടിക്കൽ ഫാമിൻ്റെ സവിശേഷത. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇതെന്താണ്? യെസ്, പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയും. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കെ കൃഷി ചെയ്യാമെന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടമെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസർ. എന്താണ്? വളപ്രയോഗം അല്ലേ. കൃഷി ചെയ്യുമ്പോൾ വളപ്രയോഗം നടത്താറുണ്ടല്ലോ. വളപ്രയോഗത്തിൻ്റെ ആവശ്യകത എന്ത്? നൽകിയിരിക്കുന്ന വിവരണം പരിശോധിച്ച് നിഗമനം കുറിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം. എന്താണ്? പ്ലാന്റ് ന്യൂട്രിയൻസ് ആണല്ലേ, സസ്യപോഷകങ്ങൾ. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മാഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. ഇവയെ നമ്മൾ എന്താ പറയുന്നത്? യെസ്, ഇവയെ മാക്രോ ന്യൂട്രിയൻറ്റുകൾ എന്ന് വിളിക്കുന്നു. എന്താണ്? മാക്രോ ന്യൂട്രിയൻ്റ് അല്ലേ. എന്നാൽ ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ എന്താണ്? വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവയെ എന്താ അറിയപ്പെടുന്നത്? ഇവ അറിയപ്പെടുന്നത് എന്താണ്? മൈക്രോ ന്യൂട്രിയൻറ്റുകൾ എന്നാണ് അല്ലേ. അതായത് വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്താനാണ് വളപ്രയോഗം നടത്തുന്നത്. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് നോക്കൂ. മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻറ്റുകളും മൈക്രോ ന്യൂട്രിയൻറ്റുകളും വളപ്രയോഗത്തിന് ദ നീഡ് ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. വളപ്രയോഗത്തിൻ്റെ ആവശ്യകത. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് മാക്രോ ന്യൂട്രിയൻറ്റും മൈക്രോ ന്യൂട്രിയൻറ്റും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ. ദെൻ സം ഫെർട്ടിലൈസേഴ്സ് ആർ സ്പ്രിങ്ക്ഡ് ഓൺ ദ ഫീൽഡ് ബിഫോർ ഓർ ആഫ്റ്റർ പ്ലാന്റിങ്. അതായത് നടലിന് മുമ്പോ ശേഷമോ ചില വളങ്ങൾ എന്താണ് കൃഷിയിടത്തിൽ നമ്മൾ വിതറുന്നുണ്ട് അല്ലേ. യെസ്,
Liquid fertilizers sprayed on the leaves while others are mixed with water and sprayed. Using different methods on depending on the type of crop and soil ensure better yields. എന്താ പറയുന്നത്? അതായത് നടീലിന് മുമ്പോ ശേഷമോ ചില വളങ്ങൾ കൃഷിയിടത്തിൽ വിതറുന്നു. മറ്റു ചിലവ എന്താണ്? ചെടികളുടെ വേരുകൾക്ക് സമീപം നൽകുന്നു. ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ എന്ത് ചെയ്യും? ഇലകളിൽ തളിക്കും. മറ്റു ചിലവ വെള്ളത്തിൽ കലർത്തിയിട്ട് എന്ത് ചെയ്യും? സ്പ്രേ ചെയ്യാറുമുണ്ടല്ലേ. വിളകളുടെയും മണ്ണിൻ്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നത് മികച്ച വിളവ് ഉറപ്പാക്കുന്നു. ഓക്കെ, ബയോ ബിന്നുകൾ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചിലവിൽ ജൈവവളം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീട്ടിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഒരുക്കുവാൻ മുൻകൈയെടുക്കുമല്ലോ. പലതരം വളങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ. നൽകിയിരിക്കുന്ന ചിത്രീകരണം 7.2 പൂർത്തീകരിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. യെസ്, you learn how to produce organic manure at low cost using biobins into the previous classes. Will you take the initiative set up a similar system at home? As you know, different types of fertilizers are used in agriculture. Complete the illustration 7.2 below. ഇതൊക്കെ നോക്കാം നമുക്ക് അല്ലേ. ജൈവ അവശിഷ്ടങ്ങൾ അല്ലെ, ബയോ റെസിഡൻസ്. ഇറ്റ് വിൽ നോട്ട് ഹാവ് എയ്തർ എ ടെക്സ്ചർ ഓഫ് ദ സോയിൽ ഓഫ് ദ ഡീകമ്പോസേഴ്സ്. ദെൻ പ്ലാന്റ്സ് ഗെറ്റ് ദ ന്യൂട്രിയൻസ് റിലീസ്ഡ് ഫ്രം ദ ബയോ റെസിഡൻസ് ബൈ ദ ഡീകമ്പോസേഴ്സ്. ന്യൂട്രിയൻസ് മേ ബി ലെസ്. ദ പ്രോസസ് ഓഫ് ദ ഡീകമ്പോസിഷൻ ടേക്ക് എ ലോങ് ടൈം. എന്തൊക്കെയാണ് കൂട്ടുകാരെ? ജൈവ അവശിഷ്ടങ്ങൾ അല്ല, അതായത് മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. ദെൻ വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് എന്ത് ചെയ്യുക? നമ്മുടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്നത് അല്ലേ. ദെൻ പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കും. ഇനി നോക്കൂ, റൈസോബിയം, അസോസ്പെറിലം, ദെൻ മൈക്കോറൈസ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. വളങ്ങൾ, ബയോ ഫെർട്ടിലൈസർ, then ammonium phosphate, urea, ammonium sulfate, then nano urea, nano phosphate, nano magnesium sulfate. അപ്പോൾ ഇത്രയുമാണല്ലേ വളങ്ങളായിട്ട് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ജീവവളം നൽകിയിട്ടുണ്ട്, കൃത്രിമ വളവും നൽകിയിട്ടുണ്ട്, നാനോ വളങ്ങളും നൽകിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആ ഒഴിഞ്ഞു കിടക്കുന്നിടത്ത് എന്തെഴുതാൻ കൂട്ടുകാരെ? ഓരോതിൻ്റെയും ഫീച്ചേഴ്സും അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ മേന്മയും പരിമിതിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇവിടെ നോക്കൂ? ബയോ ഫെർട്ടിലൈസർ ആഡിങ് microbes to the soil to help in nitrogen and phosphorus fixing. Do not harm the texture of soil and decomposers. Then next നമുക്ക് ബയോ റെസിഡൻസ്. ഇറ്റ് വിൽ നോട്ട് ഹാവ് either the texture of the soil or the decomposers. Plants get the nutrients released from this bio residence by residues by composers. The nutrients may be less. The process of decomposition take long time. The next നോക്കൂ, artificial fertilizers by in the form of nanoparticles then can be easily absorbed by the plants, then required in a very small quantities compared to other fertilizers, then do not affect the chemical texture of soil much. Then artificially synthesized to increase the nutrient value of soil, then plants can easily absorb. Then excessive use of fertilizers is harmful to soil texture and decomposers. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇവിടെ വിട്ടുപോയത് എഴുതാമല്ലേ. നമുക്ക് വിട്ടുപോയ ഭാഗത്ത് എന്ത് എഴുതാം കൂട്ടുകാരെ? യെസ്, എന്ത് എഴുതാം? ഇവിടെ നോക്കൂ, ബയോ റെസിഡൻസ് നൽകിയിട്ടുണ്ട്. ദെൻ എന്താ എഴുതിയിട്ടുള്ളത്? യെസ്, ഇറ്റ് വിൽ നോട്ട് ഹാവ് either a text to the soil or the decomposers. അപ്പം ഇതെന്താണ്? യെസ്, ഇതെന്താണ് കൂട്ടുകാരെ? ഓർഗാനിക് ഫെർട്ടിലൈസർ ആണല്ലേ ഇവിടെ. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഓർഗാനിക് ഫെർട്ടിലൈസർ. എന്താണ് അവിടെ എഴുത വിട്ടുപോയ ഭാഗത്ത്? യെസ്, ഓർഗാനിക് ഫെർട്ടിലൈസർ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എക്സാമ്പിൾ എന്തൊക്കെ എഴുതാം? യെസ്, കമ്പോസ്റ്റ്, കാറ്റിൽ മാനുവർ, ചിക്കൻ മാനുവർ, ആഷ്, ബോൺ മീൽ.
അപ്പോൾ കമ്പോസ്റ്റ്, കാലിവളം, കോഴിവളം, ചാരം, എല്ലുപൊടി എന്ന് എഴുതാം. അപ്പോൾ വിട്ടുപോയ ഭാഗത്ത് നമ്മൾ എന്ത് എഴുതണം? ജൈവവളം. പിന്നെ അതിൻ്റെ മേന്മയും പരിമിതിയിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല, സ്വയം തയ്യാറാക്കാൻ, ജൈവ മാലിന്യ സംസ്കരണ പ്രക്രിയയ്ക്ക് സഹായകം. ദെൻ പരിസര മലിനീകരണം ഒഴിവാക്കുന്നു. ദെൻ വിഘാടകർ സ്വതന്ത്രമാകുന്ന പോഷകങ്ങൾ മാത്രമേ ലഭ്യമാവൂ. ഇതിന് കാലതാമസം എടുക്കും. പോഷക ഘടകങ്ങൾ കുറവായിരിക്കും. Then possibilities and limitations. These are bioresidues. We can prepare it ourselves. It will not harm either the texture of the soil or the decomposers. Then avoiding environmental pollution. Plants get the nutrients released from this way results by the decomposers. Hence the nutrients may be less and the process of decomposition take a long time. Okay. The next നോക്കിയാലോ നമുക്ക്. Yes. Gather more information related to this and present a seminar paper on the class on the topic different types of fertilizers, advantages and limitations. അപ്പോൾ എന്താണ്? യെസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ വിവിധയിനം വളങ്ങളും മേന്മകളും പരിമിതികളും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെയും നമ്മൾ പറഞ്ഞു വളങ്ങളും അതുപോലെ തന്നെ മേന്മകളും പരിമിതികളൊക്കെ പറഞ്ഞപ്പോൾ കൂടുതൽ കൂട്ടുകാർ കണ്ടെത്തി എന്ത് ചെയ്യുക? ആ ക്ലാസ്സിൽ ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കുക. Then while preparing the seminar paper, consider the following facts also. എന്തൊക്കെയാണ് നമ്മൾ പ്രബന്ധം തയ്യാറാക്കുമ്പോൾ ചുവടെ ചേർത്തിരിക്കുന്ന വസ്തുക്കൾ കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ? എന്താണ്? ഓരോ തരം വളത്തിൻ്റെയും സാധ്യതകളും പരിമിതികളും, മണ്ണ് പരിശോധനയും വളപ്രയോഗവും, അതുപോലെ തന്നെ വളപ്രയോഗവും ജലസേചനവും അല്ലേ? അതായത് the advantages and limitation of each type of fertilizer. Then soil testing and application of fertilizers. Then fertigation and irrigation. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ. ദെൻ ദ ലീഫ് കളർ ചാർട്ടാണ് അടുത്ത് നോക്കുന്നത്. ലീഫ് കളർ ചാർട്ട്. ധാന്യവിളകളിൽ നൈട്രജന്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗമാണിത് അല്ലേ? അതായത് ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണ ചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തുവാൻ സഹായിക്കും. ഇളം പച്ചനിറ നൈട്രജന്റെ കുറവ് സൂചിപ്പിക്കുന്നു. കടും പച്ചനിറ നൈട്രജന്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താ കൂട്ടുകാരെ ഈ ലീഫ് കളർ ചാർട്ട് എന്ന് പറഞ്ഞാൽ? ദിസ് ഇസ് എൻ ഈസി വേ ടു ഫൈൻഡ് ഔട്ട് ദ അവൈലബിലിറ്റി ഓഫ് നൈട്രജൻ ഇൻ crop plants. It helps to find out how much nitrogen fertilizers do need to be added by the comparing the color of leaves plants with the standard picture. Light green color indicates the deficiency of nitrogen. The dark green color indicates the nitrogen is present in adequate quantities. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.